പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് സ്പോഞ്ച് കേക്ക് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി വയ്ക്കുക. അടുത്തതായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ് എന്നിവ ചേർത്തിട്ട് ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതല്ലെങ്കിൽ അരിപ്പയിൽ ഒന്ന് അരിച്ചു വെച്ചാലും മതി. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ ജ്യൂസും വേണം. അതിനായിട്ട് ഒരു ഓറഞ്ച് എടുത്തിട്ട് നന്നായി കഴുകിയെടുക്കുക. എന്നിട്ട് ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓറഞ്ചിൻ്റെ പുറത്തുള്ള ഓറഞ്ച് കളറുള്ള ആ ഒരു തൊലി മാത്രം എടുക്കുക, വൈറ്റ് എടുക്കരുത്. അങ്ങനെയാകുമ്പോൾ കേക്കിന് ഒരു കനിപ്പ് ടേസ്റ്റ് വരും. ഇനി ഇതൊരു വേറൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് ഓറഞ്ചിൻ്റെ ജ്യൂസാണ്. സെയിം ഓറഞ്ച് കട്ട് ചെയ്തെടുക്കുക. കുരു മാറ്റിയിട്ട് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഒന്നില്ലെങ്കിൽ സ്ക്വീസർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്താലും മതി. ഏകദേശം 1/4 കപ്പോളം ഓറഞ്ച് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഓറഞ്ച് ജ്യൂസും ഓറഞ്ചിൻ്റെ തൊലിയും കൂടി മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. നമ്മൾ ഇനി ഈ ബാറ്ററിലോട്ട് വേറെ എസൻസോ ഓറഞ്ചിൻ്റെ എസൻസോ അതല്ലെങ്കിൽ കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അടുത്തതായിട്ട് വേണ്ടത് മുട്ടയാണ്. 2 മുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതൊരു വിസ്ക് വെച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു ബീറ്റർ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബീറ്റർ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ആദ്യം ഒന്ന് ലോ സ്പീഡിൽ ചെയ്യുക, അതിനുശേഷം ഹൈ സ്പീഡിലോട്ട് മാറ്റാം. മുട്ടയൊന്ന് മിക്സായി വന്നതിന് ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പൊടിച്ചു വെച്ച പഞ്ചസാര 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഏകദേശം 5 മിനിറ്റോളം ഇത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ കളറെല്ലാം മാറി ഒരു ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഇതാ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. നല്ല ഒരു ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരുമ്പോഴാണ് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അടുത്തതായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് അതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് ഒരു സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ള മൈദയെല്ലാം ഇതുപോലെ തന്നെ അരിച്ചെടുത്തിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് സ്മൂത്തായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ കേക്ക് വളരെ ഹാർഡായി പോകും. ഇപ്പം കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഈ കേക്ക് ബാറ്ററിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഓറഞ്ചിൻ്റെ ജ്യൂസിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓറഞ്ചിൻ്റെ തൊലി ചേർക്കുന്നത് കൊണ്ട് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ കേക്കിന്. ഇനി നിങ്ങൾക്ക് കുറച്ച് കളർഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇത് കേക്ക് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഓൾറെഡി ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ അതുപോലെയും ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചെയ്യുന്നത് അതിൻ്റെ എയർ ബബിൾസ് ഒന്നും കളയാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ടാപ്പ് ചെയ്ത് കൊടുത്താലും മതി. 30 മിനിറ്റ് 160 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുത്തതാണ്. കേക്കെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. നമ്മൾ ഇതിലോട്ട് എസൻസ് ഒന്നും ചേർത്തില്ലെങ്കിൽ പോലും നല്ലൊരു ഫ്ലേവർ ഉണ്ട് ഇതിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട്. അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക്